ഇടതുപക്ഷം ഹൃദയപക്ഷം നവമാധ്യമ കൂട്ടായ്മയുടെ 4ാം വാർഷിക സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഖാക്കൾക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. കരുതലോടെ പ്രകൃതിയിലേക്ക് എന്നതാണ് നമ്മുടെ ഇന്നത്തെ സെമിനാറിൻ്റെ വിഷയം. തീർച്ചയായും വികസനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പല കോണിൽ പല തലത്തിൽ ലോകമാകമാനവും അതുപോലെ തന്നെ കേരളത്തിൽ പ്രത്യേകിച്ച് നടക്കുന്ന ഈ അവസരത്തിൽ ഇത്തരത്തിലൊരു സെമിനാർ സംഘടിപ്പിക്കാനെടുത്ത മുൻകൈയിനെ ആദ്യമേ അഭിനന്ദിക്കുകയാണ്. തീർച്ചയായും ഇത് ചർച്ച ചെയ്യാൻ ഏറ്റവും ബാധ്യതപ്പെട്ട ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് ഇത് എന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. പരിസ്ഥിതിയും മനുഷ്യജീവിതവുമായി, പരിസ്ഥിതിയും സൊസൈറ്റിയുമായി, സമൂഹങ്ങളുമായുള്ള ബന്ധത്തെ ഏറ്റവും കൃത്യമായി നിർവചിച്ചത് മാർക്സാണ്. നമ്മളിപ്പോൾ ഒരുപാട് മേഖലയിൽ, ഒരുപാട് സ്ഥലങ്ങളിൽ പരിസ്ഥിതി ശാസ്ത്രം ഒക്കെ പഠിപ്പിക്കുന്ന സമയത്തൊക്കെ തന്നെ നമ്മൾ കോട്ട് ചെയ്യുന്ന ഒരു വാചകമാണ്, അല്ലെങ്കിൽ ഒരു വാക്യമാണ്, അല്ലെങ്കിൽ ഒരു സംഗതിയാണ്. പക്ഷെ അവിടെ ഒന്നും നമ്മളിത് ആരാ പറഞ്ഞു എന്ന് പറയാതിരിക്കാൻ, പ്രത്യേകിച്ചും ടെക്സ്റ്റ് ബുക്കുകളിലാണെങ്കിലൊക്കെ തന്നെ അതീവ ശ്രദ്ധ കാണിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. വേറൊന്നുമില്ല, നമ്മുടെ ഒരു സമൂഹമാണെങ്കിലും ഒരു രാഷ്ട്രമാണെങ്കിലും വിവിധ സമൂഹങ്ങൾ ഒന്നിച്ചെടുത്താണെങ്കിലും അവരാരും തന്നെ ഈ ഭൂമിയുടെ ഉടമസ്ഥരല്ല എന്നും, അതേസമയം അവർ ഈ ഭൂമിയുടെ വെറും കാവൽക്കാർ മാത്രമാണെന്നും, ഇനി വരുന്ന തലമുറയ്ക്ക് ഇതിലും നമുക്ക് കിട്ടിയതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ ഈ ഭൂമിയെ കൈമാറുന്നതിനായിട്ട് അവർക്ക് ബാധ്യതയുണ്ട് എന്നും പറഞ്ഞു വെച്ചിട്ടുള്ളത് മാർക്സാണ്. അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയെ നമ്മളെപ്പോഴും പുകഴ്ത്തി പറയാറുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ഇലക്ഷനിൽ പോലും നമ്മൾ ഭരണഘടനയെ മുൻനിർത്തി ഇലക്ഷനെ നേരിട്ട ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരിക്കുന്നവരുമാണ്. അങ്ങനെ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും രസകരമായി തോന്നുന്ന, അല്ലെങ്കിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് ഭരണഘടനയിലെ ആർട്ടിക്കിൾ 51A(g) അനുച്ഛേദ പ്രകാരം ഓരോ മനുഷ്യനും, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഓരോ പൗരനും ഇന്ത്യയുടെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ടവരാണ് എന്ന് വളരെ കൃത്യമായി പറഞ്ഞു വയ്ക്കുന്ന ഒരു ഭരണഘടനയാണ് നമ്മുടേത്. അത് വനങ്ങളാവട്ടെ, തടാകങ്ങളാവട്ടെ, നദികളാവട്ടെ, വന്യജീവികളാവട്ടെ, അതേപോലെ തന്നെ നമ്മുടെ സഹജീവികളോടുള്ള അനുകമ്പ പോലും ഉണ്ടാവേണ്ടതുണ്ട് എന്ന് കൃത്യമായി ഭരണഘടനയിൽ എഴുതി വെച്ച ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നുകൂടി ഈ സെമിനാറിൻ്റെ ഭാഗമായിട്ട് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഭൂവിനിയോഗത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ലാൻഡ് യൂസ്. എന്തിനാണ് ഈ ഭൂമി ഉപയോഗിക്കുന്നത്? അത് ഏത് തരത്തിലുള്ള ഉപയോഗങ്ങൾക്കാണ്? നമ്മൾ 2 തരത്തിൽ പറയാറുണ്ട്. ഒന്ന് ലാൻഡ് യൂസ് ആണ്, ഒന്ന് ലാൻഡ് കവറാണ്. ഒന്ന് ഭൂമി എന്തിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളതും, രണ്ടാമത്തത് ലാൻഡ് കവർ എന്ന് പറയുന്ന ആ ഭൂമിയുടെ ആ ഭാഗം, ഒരു പ്രദേശത്തിൻ്റെ ലാൻഡ് യൂസ്, ലാൻഡ് കവർ, LULC എന്നാണ് നമ്മൾ ഒന്നിച്ച് പറയുക. അപ്പോൾ ഈ ലാൻഡ് കവർ, ഭൂമിയെ മൂടി നിൽക്കുന്ന പ്രദേശം എന്താണ്? അതൊരു വനമാണോ, അതൊരു അഗ്രികൾച്ചർ ലാൻഡാണോ, അത് ബിൽഡിങ്ങുകളാണോ, ബിൽട്ടപ്പ് ഏരിയയാണോ, എന്താണ് ആ പ്രദേശത്തുള്ളത് എന്നതിനെയാണ് നമ്മൾ ലാൻഡ് കവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കൊരു സംശയം വരും, എങ്ങനെയാണ് ഈ ഭൂവിനിയോഗത്തെ സുസ്ഥിരമാക്കി മാറ്റാൻ കഴിയുക, അല്ലെങ്കിൽ എന്താണ് സുസ്ഥിരമായിട്ടുള്ള ഭൂവിനിയോഗം എന്നത് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഏത് പ്രദേശത്താണെങ്കിലും ആ സുസ്ഥിരമായൊരു ഭൂവിനിയോഗം എന്ന് പറയുമ്പോൾ അതിന് ഉൽപ്പാദനവുമായി അഭേദ്യമായ ബന്ധമുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ബിൽട്ടപ്പ് ഏരിയ, ഒരു ബിൽഡിംഗ് കെട്ടി, അല്ലെങ്കിൽ കുറേ ബിൽഡിങ്ങുകൾ കെട്ടി ഒരു ടൗണായി, ഒരു സിറ്റിയായി, അതങ്ങനെ വികസിച്ച് വരുമ്പോൾ അത് ആ ഒരു പ്രത്യേക അതിന് മാത്രമാണ് അത് ഉപയോഗപ്പെടുന്നത്. തീർച്ചയായും ആ അർത്ഥത്തിൽ അതൊരു പക്ഷേ സുസ്ഥിരമായിരിക്കാം. എന്നാൽ പോലും ഉൽപ്പാദന മേഖലയുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് കൃഷിയുമായൊക്കെ ബന്ധപ്പെട്ട് ഇത് ചെയ്യുമ്പോഴാണ് നമുക്ക് കുറേ ദീർഘനാളത്തേക്ക് ആ ഭൂമി ഉപയോഗപ്പെടുന്നതും, അല്ലെങ്കിൽ ആ ഒരു അർത്ഥത്തിൽ അത് സുസ്ഥിരമായ ഒരു ഉപയോഗത്തിലേക്ക് പോകുന്നതും. അതേസമയം തന്നെ എല്ലായ്പ്പോഴും നമുക്ക് അവിടെ കൃഷി തന്നെ ചെയ്തോളണം എന്നുള്ള അർത്ഥത്തിലല്ല, പക്ഷെ ആ ഭൂമിയെ തുടർന്നും നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രൂപത്തിൽ, അല്ലാതെ ഏതെങ്കിലും തരത്തിലൊരു ഒരു മേഖലയ്ക്കായിട്ട് ആ ഭൂമി ഏറ്റെടുക്കുകയും അത് പിന്നീട് ഒന്നിനും കൊള്ളാത്ത രൂപത്തിൽ അത് മാറിപ്പോവുകയും ചെയ്യുന്നൊരു അവസ്ഥ വരുന്ന സമയത്ത് നമ്മൾ സുസ്ഥിര ഭൂവിനിയോഗം എന്ന് പറയുന്നത് ഈ അർത്ഥത്തിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ വരും തലമുറകൾക്ക് കൈമാറാൻ കഴിയുന്ന രൂപത്തിൽ, അതിന് വലിയ കേടുപാടുകൾ സംഭവിക്കാതെ അതിന് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ നല്ല രൂപത്തിൽ അതിനെ കൈമാറാനും സംരക്ഷിക്കാനും കഴിയുമ്പോഴാണ് നമ്മളതിനെ സുസ്ഥിര ഭൂവിനിയോഗം എന്ന് പറയുന്നത്. അപ്പോൾ അതിലുള്ളൊരു വ്യത്യാസം പറയാനാണെങ്കിൽ, ഇപ്പോൾ നമ്മളെപ്പോഴും പറയാറുണ്ട്, മുൻപ് നമ്മൾ പറഞ്ഞു കേൾക്കുന്ന അല്ലെങ്കിൽ ആഘോഷിച്ചു കൊണ്ടിരുന്ന ഒരു സംഗതിയാണ്, അല്ലെങ്കിൽ നമ്മുടെ മാധ്യമങ്ങളൊക്കെ ആഘോഷിച്ചു കൊണ്ടിരുന്ന ഒരു സംഗതിയാണ്, കേരളത്തിൽ വലിയ വ്യവസായങ്ങളൊന്നും വരില്ല. അപ്പോൾ അതിൻ്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തീർച്ചയായിട്ടും ഒരു പാരിസ്ഥിതിക അവബോധം വലിയ രൂപത്തിൽ കൈവരിച്ചൊരു ജനത എന്ന നിലയ്ക്ക് മുൻപ് ഇവിടെ ഉണ്ടായിട്ടുള്ള സമരങ്ങളെയൊക്കെ ഇപ്പോഴും
മുൻപിൽ നിർത്തിക്കൊണ്ടാണ് അത്തരം പ്രസ്താവനകളൊക്കെ വരുന്നത് എന്ന് നമുക്കറിയാം. പക്ഷെ എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ളൊരു സംഗതി ഇവിടെ വരുന്നത് എന്നതുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമുക്കിതിനെ മറികടക്കാൻ കഴിയില്ലേ? ഇപ്പോൾ ഈ തരത്തിലുള്ള നമ്മൾ പറയാറുള്ളത്, ഇപ്പോൾ മാവൂർ ഗോളിയോർ അയൺസിൻ്റെ പ്രശ്നമാണെങ്കിൽ അപ്പോൾ നമുക്ക് ചാലിയാറിൻ്റെ മലിനപ്പെടുത്തലായിരുന്നു തീർച്ചയായിട്ടും മനുഷ്യൻ്റെ ജീവിതത്തെ തന്നെ ബാധിക്കുന്ന രൂപത്തിലേക്ക് അത് വന്നപ്പോഴാണ് അത്തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നതും പരിശോധന നടക്കുന്നതും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇപ്പോഴും ആ ഒരു അവിടെ തന്നെ നിൽക്കുന്ന, അല്ലെങ്കിൽ അവിടെ തന്നെ കേരളം നിൽക്കണം എന്ന് വിചാരിക്കുന്നത് അബദ്ധമാണ് എന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് അഭിപ്രായ വ്യത്യാസമൊന്നും ഉണ്ടാവാനിടയില്ല. അതേസമയം ഇത്തരത്തിലുള്ള മലിനീകരണം നടക്കുന്ന മറ്റ് വികസിത സമൂഹങ്ങളിൽ എങ്ങനെയാണ് അതിനെ മറികടക്കുന്നത് എന്നതുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. പ്രത്യേകിച്ചും വലിയ രൂപത്തിലുള്ള വ്യവസായങ്ങൾ വരുമ്പോൾ അതിന് പ്രത്യേക തരത്തിലുള്ള നികുതികൾ ഏർപ്പെടുത്തിക്കൊണ്ട് ആ നികുതി കൊണ്ട് കിട്ടുന്ന പണം ഇത്തരത്തിലുള്ള മലിനീകരണം കൊണ്ട് പ്രകൃതിക്കുണ്ടാകുന്ന, സമൂഹത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങളെ മറികടക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ അത്തരത്തിലുള്ള സമൂഹങ്ങൾ മുന്നോട്ട് പോകുന്നത്. അല്ലെങ്കിൽ അത്തരത്തിൽ മുന്നോട്ട് പോകുന്ന സമൂഹങ്ങളെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ വികസിത സമൂഹങ്ങൾ എന്ന് വിളിക്കേണ്ടത്. അപ്പോൾ അത്തരത്തിലൊരു സംഗതി എന്തുകൊണ്ടാണ് നടക്കാത്തത്? നമുക്ക് വിവിധങ്ങളായിട്ടുള്ള സർക്കാർ ഏജൻസികളുണ്ട്, മലിനീകരണ നിയന്ത്രണ ബോർഡുകളുണ്ട്, സംസ്ഥാനത്തിൻ്റെ ഉണ്ട്, ഗ്രീൻ ട്രിബ്യൂണലുണ്ട്, അങ്ങനെ പല രൂപത്തിലുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് അത് നടക്കാതെ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിയമങ്ങൾ ഇല്ലാത്തത് കൊണ്ടല്ല, മറ്റേതൊരു രംഗത്തും എന്നതുപോലെ തന്നെ നിയമങ്ങളുടെ കർശനമായ നടപ്പാക്കലുകളുടെ അഭാവമാണ് പലപ്പോഴും ഇതൊരു പ്രശ്നമാക്കി മാറ്റുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച വ്യവസായവൽക്കരണവുമായി ബന്ധപ്പെട്ട്, വ്യവസായങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ ഈ മലിനീകരണം നമുക്ക് തടയാൻ കഴിയാഞ്ഞിട്ടല്ല, നിയമങ്ങളില്ലാഞ്ഞിട്ടല്ല, പക്ഷെ അതിന് ആ രൂപത്തിൽ പ്രവർത്തിക്കാൻ നമ്മുടെ നിയമങ്ങൾക്ക് വേണ്ട വിധം കഴിയുന്നുണ്ടോ, അല്ലെങ്കിൽ അത്തരത്തിൽ പ്രവർത്തിക്കേണ്ടതല്ലേ എന്നുള്ളതാണ് സാന്ദർഭികമായി നമ്മൾ ആലോചിക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഭൂമി ഏറ്റെടുക്കുന്ന സമയത്ത് പല വിധത്തിലുള്ള ഭൂവിനിയോഗങ്ങൾക്കായിട്ട് ഭൂമി ഏറ്റെടുക്കപ്പെടുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള ഏറ്റെടുക്കുന്നതോടുകൂടി ബാധിക്കപ്പെടുന്നത് ഒരു പ്രത്യേക രൂപത്തിലുള്ള, അല്ലെങ്കിൽ പാർശ്വവൽകൃതരായിട്ടുള്ള, അല്ലെങ്കിൽ മറ്റൊരു തരത്തിലും ജീവിക്കാൻ, വേറൊരു സ്ഥലത്ത് പോയി ജീവിക്കാൻ ത്രാണിയില്ലാത്ത ആളുകളായി മാറിപ്പോകുന്നത് എന്നതുകൂടി ഇതിൻ്റെ കൂടെ നമ്മൾ കാണേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. ഭൂവിനിയോഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും തീർച്ചയായിട്ടും നമ്മൾ ചർച്ച ചെയ്യേണ്ടത് അത് തന്നെയാണ്. ഒരു സ്ഥലത്ത് നിന്ന് ഭൂമി ഏറ്റെടുത്ത് അതിന് നഷ്ടപരിഹാരമായി കൊടുക്കുന്നത് ഏതെങ്കിലും ഒന്നിനും പറ്റാത്തത് എന്ന് നമ്മൾ പറയുന്ന പാറക്കല്ലുകൾ നിറഞ്ഞതോ പാറക്കൂട്ടങ്ങളുള്ളതോ വെള്ളവും മണ്ണും മര്യാദയ്ക്കില്ലാത്തതായ സ്ഥലങ്ങളിലൊക്കെ കുടിയൊഴിക്കപ്പെടുന്ന ജനതയെക്കുറിച്ച് കൂടി നമ്മൾ ഈ ഒരു സന്ദർഭത്തിൽ ആലോചിക്കേണ്ടതുണ്ട്. മറ്റൊരു കാര്യം, ഒരു ഭൂമി ഒരു പ്രത്യേക ആവശ്യത്തിന് ഏറ്റെടുത്ത് അതിൻ്റെ ഒരു ആഘാതം, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ കേരളം വലിയ രൂപത്തിലൊരു സൂപ്പർ മാർക്കറ്റ് കൾച്ചറിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക എന്നല്ല, നീങ്ങിക്കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വലിയ രൂപത്തിലുള്ള തണ്ണീർത്തടങ്ങൾ നശിപ്പിക്കപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ തുറുത്ത് വലിയ ബിൽഡിങ്ങുകൾ കെട്ടി വരുന്നുണ്ട്. അപ്പോൾ അതിന് പറയുന്നൊരു സംഗതി എന്ന് പറയുന്നത് ഒരു 10-200 ആൾക്ക് ഒരു പക്ഷേ ജോലി കിട്ടും എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു 10-200 ആൾക്ക് ജോലി കിട്ടുന്നതോടുകൂടി അതിൻ്റെ ചുറ്റുപാടും അടച്ചുപൂട്ടുന്ന ചെറിയ ചെറിയ കടകളായാലും, ചെറിയ മറ്റു തരത്തിലുള്ള വ്യവസായം എന്ന് പറഞ്ഞുകൂടെ, ചെറിയ കച്ചവടങ്ങളായാലും അത്തരം സ്ഥാപനങ്ങളെക്കുറിച്ച് ഉള്ളൊരു കണക്ക് ഈ ഭൂവിനിയോഗം ഇത്തരത്തിൽ ഫ്രീ ആയിട്ടും അല്ലെങ്കിൽ പാട്ടത്തിനൊക്കെ എടുത്ത് ഇത്തരം ഭൂമി ഇത്തരം കൈമാറ്റങ്ങൾക്ക് കൊടുക്കുമ്പോൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ അത് എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ആലോചനാ മണ്ഡലത്തിൽ അത് വരാതെ പോകുന്നത് എന്നതുകൂടി ഇതിൻ്റെ കൂടെ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. കേരളത്തിൻ്റെ ഒരു കേരള മോഡൽ എന്നൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും എല്ലാ ഘട്ടത്തിലും നമ്മൾ പറയാറുള്ളത്, ഒന്നാം കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ, സഖാവ് EMS നേതൃത്വത്തിലുള്ള മന്ത്രിസഭ നടപ്പിലാക്കിയ ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിൻ്റെ എല്ലാ വികസനവും നടക്കുന്നത്. എല്ലാ തരത്തിലുള്ള മുന്നോട്ട് പോക്കിനും നിദാനമായ ആദ്യത്തെ ചുവട് എന്ന് പറയുന്നത് ഒന്നാം ഭൂപരിഷ്കരണമായിരുന്നു എന്ന കാര്യത്തിൽ ഒരുപക്ഷെ തർക്കമുണ്ടാവാനിടയില്ല. പക്ഷേ അത് എത്രത്തോളം വിജയിച്ചു, അല്ലെങ്കിൽ തുടർന്ന് അത് എത്രമാത്രം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ വലിയ രൂപത്തിലുള്ള ചിന്തകൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോഴാണ് നമ്മൾ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് നമ്മൾ അതിദരിദ്രരെ കുറിച്ചുള്ളൊരു സർവേ നടത്താൻ ആരംഭിച്ചത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന കേരള മോഡൽ ഒക്കെ നിൽക്കുമ്പോഴും സാമ്പത്തികമായും പല വിധത്തിലുള്ള വികസന സൂചികകളിലും മാനവ വിഭവശേഷിയുടെ കാര്യത്തിലൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സമൂഹത്തിൽ എന്തുകൊണ്ടാണ് ഇപ്പോഴും കുറച്ചാണെങ്കിലും, വളരെ ദശാംശ കണക്കിലാണെങ്കിൽ പോലും അതിദരിദ്രർ നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോഴും ഭൂമിയില്ലാത്ത ആളുകളുണ്ട് നമ്മുടെ ഇടയിൽ എന്നുള്ളത് നമ്മൾ വളരെ സങ്കടത്തോടെ തിരിച്ചറിയുന്നൊരു കാര്യമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്?
മാത്രമല്ല അങ്ങനെ ഭൂമിയില്ലാത്ത ആളുകൾ ഉള്ളിടത്ത് തന്നെയാണ് ഏക്കർ കണക്കിന് തോട്ടങ്ങളും ഉള്ള ആളുകൾ നമുക്കിടയിൽ തന്നെ ജീവിക്കുന്നത്. നമുക്കിടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിൽക്കുന്നത് ഒരു ക്രീമി ലെയറായിട്ടാണ്. സമ്പത്തിൻ്റെ ദന്തഗോപുരങ്ങളിൽ ഇരിക്കുന്നവരാണെങ്കിൽ പോലും എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ളൊരു ഇത് വരുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വലിയ രൂപത്തിലുള്ളൊരു പാർഷ്യാലിറ്റി, ഒരു പക്ഷഭേദം വരുന്നത് എങ്ങനെയാണ് സമൂഹത്തിൽ? അതിന് വഴിവെക്കുന്നത് എന്താണ്? അത്തരം കാര്യങ്ങൾ കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ നോക്കേണ്ടതില്ലേ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ നമ്മൾ ചർച്ച ചെയ്ത് പോകണം. അത് പറയേണ്ടായ ഒരു പ്രത്യേക സാഹചര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു തോട്ടങ്ങളുമായി ബന്ധപ്പെട്ട് ഒക്കെ തന്നെ നമ്മൾ ഈ ഒരു ഉരുൾപൊട്ടലിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ചില ഭാഗങ്ങളിൽ നിലമ്പൂരടുത്തൊക്കെ പോയ സമയത്ത് അവിടെ തൊഴിലെടുക്കുന്ന ഒരു ചേച്ചി, അവരുടെ പേര് ബേബി ചേച്ചി എന്നാണ്. അവരവിടെ ആ ഒരു എസ്റ്റേറ്റ് എന്ന് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മലയുടെ അടിവാരമാണ്. അവിടെ അവർ പണിയെടുക്കാൻ തുടങ്ങിയിട്ട് 40-45 കൊല്ലമായി. 4 കിലോമീറ്റർ നടന്നിട്ടാണ് അവർ രാവിലെ അങ്ങോട്ട് പണിക്ക് വരുന്നത്. തിരിച്ചു പോകുന്നത് 4 കിലോമീറ്റർ നടന്നിട്ടാണ്. അപ്പോൾ അവരവിടെ ചെയ്യുന്നത് ഈ ജാതിക്കയുമായി ബന്ധപ്പെട്ട കൃഷിയാണ്. വേറെ ഒന്നുമില്ല. അവിടെ ഒരു കാട് പോലത്തെ ഒരു പ്രദേശമാണ്. ഒരു അരുവി അതിൻ്റെ സൈഡിൽ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഓണർ എന്ന് പറയുന്ന ആൾ തെക്കൻ ജില്ലയിലൊരു സ്ഥലം പറഞ്ഞു. ഇവർ അവിടെ നിന്നാണ് വരുന്നത്. എപ്പോഴെങ്കിലും വരും, അതിൻ്റെ കണക്കും ഇതൊക്കെ നോക്കിയിട്ട് പോകും. പക്ഷേ ഈ പ്രദേശത്തിൻ്റെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തൊക്കെ നമ്മൾ പോകാനുണ്ടായൊരു സാഹചര്യം കരുവാരക്കുണ്ട് പഞ്ചായത്തുകാർ പറഞ്ഞിട്ട് നമ്മൾ പോയതാണ്. അപ്പോൾ അവിടെ ഉരുൾ പൊട്ടിയിട്ടുണ്ട്, അതിൻ്റെ അങ്ങേപ്പുറത്തും ഇങ്ങേപ്പുറത്തൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത് അവിടെ അവർ വന്ന് ജീവിച്ചു പോകുന്നുണ്ട്. അവർ പറയുന്നവരുടെ ജീവനും ജീവിതമൊക്കെ അവിടെ തന്നെയാണ് കിടക്കുന്നത്. പക്ഷേ ഇത്തരത്തിൽ വല്ല പ്രകൃതി ക്ഷോഭമോ ദുരന്തമോ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉടമസ്ഥരെ സംബന്ധിച്ച് ഒന്നും വരുന്നില്ല. പക്ഷേ ഇവർക്ക് ഉള്ളത് 3-4 സെൻറ്റ് ഭൂമിയായിരിക്കും, വീടായിരിക്കും, അപ്പുറത്തായിരിക്കും. പക്ഷേ ഇവരുടെ ജീവനെയാണത് നേരിട്ട് ബാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭൂമിയുടെ വിതരണത്തിൽ നമുക്ക് ഒന്നാം ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ട് എടുത്ത ഒരു വിപ്ലവകരമായ നിലപാട് തുടർന്ന് കൊണ്ടുപോകാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം ഇവിടെ പറഞ്ഞത്. ഇനി നമ്മളിതൊക്കെ പറയുമ്പോഴും നമ്മൾ മറ്റിടങ്ങളിലെ ഭൂവിനിയോഗത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിലധികം കേരളത്തിൻ്റെ ഭൂവിനിയോഗവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യേണ്ടി വരുന്നത് വളരെ പരിഷ്കൃതരായ ഒരു സമൂഹം ജീവിക്കുന്നൊരു പ്രദേശം, വളരെ കൃത്യമായിട്ട് മഴയും അത്തരത്തിലുള്ള നമ്മളെപ്പോഴും പറയാറുള്ള പോലെ അനുഗ്രഹീതമായൊരു കാലാവസ്ഥ കൊണ്ട് സമ്പന്നമായൊരു പ്രദേശം. പക്ഷേ നമുക്ക് വേണ്ടത്ര ഭൂമി ഇവിടെ അത്തരത്തിലുണ്ടോ എന്നുള്ളൊരു സംശയം നമുക്കുണ്ടാവും. തീർച്ചയായിട്ടും അതില്ല എന്നുള്ളത് നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിലെ മറ്റ് രാജ്യങ്ങളിലൊക്കെ തന്നെ ജനസംഖ്യയും അവിടുത്തെ ലാൻഡിൻ്റെ വിസ്തൃതിയുമായി കണക്ക് കൂട്ടി നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അതില്ല എന്നുള്ളത്. ഒരുപാട് പ്രശ്നങ്ങളെ ഇത്തരത്തിലുള്ള ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. മാത്രമല്ല അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും നമ്മുടെ ഒരു ഭൂപ്രകൃതി എന്ന് പറയുന്നത് മലനാട്, ഇടനാട്, തീരപ്രദേശം, നമ്മളൊക്കെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ആ ഒരു സങ്കല്പം ഉണ്ടല്ലോ, അതങ്ങനെ തന്നെയാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മലനാട്ടിലെടുക്കുന്ന എല്ലാ പണിയും നമുക്ക് ഇടനാട്ടിലെടുക്കാൻ കഴിയില്ല. ഇടനാട്ടിലെടുക്കുന്ന എല്ലാ പരിപാടികളും തീരദേശത്ത് പറ്റില്ല. തീരദേശത്തിന് മാത്രമായിട്ടുള്ള ചില ഭൂവിനിയോഗ മാതൃകകൾ നമ്മളൊരു പക്ഷെ അവലംബിക്കേണ്ടി വരും. പക്ഷെ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇതിനെ മുഴുവൻ ഒറ്റ യൂണിറ്റായി കണ്ടുകൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, ഇപ്പോൾ ഇടനാട്ടിൽ ചെയ്യാവുന്ന ഒരു പണി തന്നെ നമ്മൾ മലനാട്ടിലും ചെയ്യും, മലനാട്ടിൽ മാത്രം ചെയ്യേണ്ട ഒരു പണി നമ്മൾ തീരദേശത്ത് ചെയ്യും. ഇത്തരത്തിൽ അതെവിടെയാണ് ബാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുഴകളെ ബാധിക്കുന്നുണ്ട്, നമ്മുടെ കുടിവെള്ളത്തിൻ്റെ ലഭ്യതയെ ബാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ മലഞ്ചെരുവുകൾ അല്ലെങ്കിൽ ഒരു ചെരിഞ്ഞ് കിടക്കുന്ന ഈ ഒരു ഘടന എന്ന് പറയുന്നത് അത്തരത്തിൽ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു ഭൂഘടനയാണ് നമ്മുടെ കേരളത്തിൻ്റെ മാത്രമല്ല നമ്മുടെ ഈ പശ്ചിമഘട്ടത്തിന് പടിഞ്ഞാറ് കിടക്കുന്ന എല്ലാ മേഖലയിലും, ഇപ്പോൾ നമ്മുടെ കർണാടകയ്ക്കും ഗോവയ്ക്കും മഹാരാഷ്ട്രയ്ക്കൊക്കെ അതുണ്ട്. പക്ഷേ നമ്മുടെ കേരളത്തിൻ്റെ ഒന്ന് പ്രത്യേകമാണ്. അത് ഇവിടുത്തെ ശിലകളുമായി ബന്ധപ്പെട്ട് നമ്മുടെ പാറയും അതിൽ നിന്നുണ്ടാകുന്ന മണ്ണൊക്കെ ബന്ധപ്പെട്ടതാണ്. അതിൽ അങ്ങനെ പറഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ഇവിടുത്തെ ഒരു നദി, നമ്മുടെ പുഴകളെ നമ്മൾ ഏത് തരത്തിൽ സംരക്ഷിക്കുന്നുണ്ട്? ആ പുഴ നമുക്ക് അതിൽ കുറച്ചെങ്കിലും വെള്ളം സംരക്ഷിച്ച് നിർത്തുന്ന അവിടുത്തെ ഒരു സ്പോഞ്ച് പോലുള്ള ഭാഗങ്ങളായിരുന്നു നമ്മുടെ മണൽ. പക്ഷെ നമ്മൾ നമ്മുടെ ആവശ്യത്തിന് എടുക്കാതെ കഴിയില്ല. എന്നിരുന്നാൽ പോലും അതിന് നിയമപരമായിട്ട് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് എടുത്താൽ, അത്യാഗ്രഹത്തിന് എടുക്കാതെ ഇരുന്നാൽ നമ്മുടെ പുഴയ്ക്ക് ചുറ്റുമുള്ള കിണറുകളെ സമ്പന്നമാക്കാൻ കഴിയുമായിരുന്ന ഒരു മണൽ നിക്ഷേപം നമുക്ക് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അവിടെ നിന്നൊക്കെ പിടിവിട്ട് പോയി. നമ്മളിപ്പോൾ പുഴയ്ക്ക് തൊട്ടുള്ള പുഴനമ്പറം എന്ന് നമ്മൾ നാടൻ ഭാഷയിൽ പറയുന്ന സ്ഥലങ്ങളിൽ പോലും വേനൽക്കാലത്ത് ടാങ്കർ ലോറിയിൽ വെള്ളം എത്തിക്കേണ്ടത് പഞ്ചായത്തുകളുടെ അല്ലെങ്കിൽ അവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചുമതലയായി മാറുന്നൊരു കാഴ്ച കേരളത്തിലുണ്ട്. അപ്പോൾ നമ്മുടെ പുഴയുടെ ഒഴുക്കിനെ അത് ബാധിച്ചിട്ടുണ്ട്, നമ്മുടെ കുടിവെള്ളത്തെ തീർച്ചയായിട്ടും അത് ബാധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ കാണേണ്ട ഒരു പശ്ചാത്തലമാണ്, ഇപ്പോൾ പണ്ട് നമ്മൾ പോസ്റ്റ് ചെയ്തിരുന്ന നമ്മളിപ്പോൾ മഴ കിട്ടിയില്ലെങ്കിൽ 6 മാസം കഴിഞ്ഞാൽ ഇത് വരും, 6 മാസത്തെ വെയിലും 6 മാസത്തെ മഴയുമാണല്ലോ. അപ്പോൾ ആ ഒരു മഴ കൃത്യമായിട്ട് പെയ്യും എന്നുള്ളതായിരുന്നു. പക്ഷെ ഇപ്പോൾ നമുക്കറിയാം കാലാവസ്ഥ ആകെ കാലം തെറ്റിയിട്ടാണ് വരുന്നത്. അപ്പോൾ അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളും കൂടി ഇതോടുകൂടി ചേർത്ത് വായിക്കേണ്ടതുണ്ട്.
അതുപോലെ തന്നെ നമ്മുടെ ഒരു ധാരണ, നമ്മുടെ ഒരു ധാരണ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളെ തന്നെയാണ് ഞാൻ പറയുന്നത്, നമ്മുടെ കേരളീയരായിട്ടുള്ള കേരളത്തിൽ ജീവിക്കുന്നവരുടെ ഒരു ധാരണ എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ഭൂമിയുണ്ട്, അതിപ്പോൾ എവിടെയാവാം, കുറച്ച് വില കുറച്ച് കിട്ടും തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എവിടെയും വാങ്ങുന്നത്, എന്നിട്ട് അവിടെ എന്ത് പ്രവർത്തനവും നടത്താം എന്നുള്ളൊരു മിഥ്യാധാരണയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ചും നമ്മൾ ഈ ഒരു വയനാട് ഉരുൾപൊട്ടലൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ അവിടുത്തേക്ക് ഒരു ലാൻഡ് യൂസൊക്കെ വെറുതെ ഇങ്ങനെ എടുത്ത് പരിശോധിച്ച സമയത്ത് നമ്മുടെ ഒരു അക്കാദമിക് ഇതിൻ്റെ ഭാഗമായിട്ടൊക്കെ ഈ സാറ്റലൈറ്റ് ഇമേജറി ഇപ്പോൾ ഗൂഗിൾ എർത്തിലൊക്കെ നമുക്ക് വളരെ കുറേ കൂടിയൊക്കെ ഇതായിട്ട് കിട്ടുന്നുണ്ടല്ലോ. അതുപോലെ നമ്മുടെ ഭുവൻ പോർട്ടലിലൊക്കെ തന്നെ നമുക്ക് ഇതിൻ്റെ ഡാറ്റ അവൈലബിൾ ആണ്. അങ്ങനെയൊക്കെ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന ഇതെന്താണെന്ന് വിചാരിച്ചാൽ ഏറ്റവും മുകളിൽ, ഏറ്റവും ചെരുവിലായാലും കുന്നിൻ്റെ മുകളിലായാലും ഒക്കെ തന്നെ അത് നമുക്കാരും പറഞ്ഞു തരില്ല, അവിടെ പോയിട്ട് അത്ര ക്ലാരിറ്റി ഉണ്ടാവില്ല, കുറച്ച് റെസൊല്യൂഷൻ കുറയുന്ന സമയത്ത് പോലും നല്ല കാലത്തിന് ഇവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ പരസ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്, ഇന്ന റിസോർട്ട്, ഇന്ന വില്ലേജ്, ഇന്ന കോട്ടേജ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഞെട്ടിപ്പോകുന്ന രൂപത്തിലാണ് അതിൻ്റെ കിടപ്പ്. ചിലപ്പോൾ ചില ചെരുവിലായിരിക്കും, ചിലപ്പോൾ അതിൻ്റെ ഏറ്റവും മുകളിലായിരിക്കും, ചിലപ്പോൾ അത് അവിടെ നിന്ന് ഒഴുകി വരുന്ന, ഇപ്പോൾ നമ്മുടെ മുണ്ടക്കൈ ഇതൊക്കെ പൊട്ടിയത് നമ്മുടെ ഇരുവഞ്ഞിപ്പുഴയുടെ ഏറ്റവും പ്രഭാവസ്ഥാനത്തു നിന്നാണ്. അപ്പോൾ അതുപോലെ അത്തരത്തിൽ തൊടാൻ ഒട്ടും പാടില്ലാത്തത് എന്ന് പറയുന്നത് ജിയോ ടെക്നിക്കലി, ജിയോളജിക്കലി നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാൻ പാടാത്ത സ്ഥലങ്ങളിലൊക്കെ പോയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. നിർമ്മാണ പ്രവർത്തനം പോലെ തന്നെ വളർന്നു വരുന്ന ഒരു വലിയ വ്യവസായമാണ് നമ്മുടെ മൈനിങ്, ക്വാറിയിങ്, പാറ പൊട്ടിക്കൽ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ പല സ്ഥലത്തും ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള അതിൽ ആളുകൾ ബേജാറിലൊക്കെ വിളിക്കുന്ന സമയത്ത് പോകുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള വർത്താനായിട്ട് ഇത് കൂട്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ കാണുന്നത് എന്താ വെച്ചാൽ ഇങ്ങനെ കുത്തനെ നേരെ വെർട്ടിക്കലായിട്ട് മണ്ണെടുത്താണ്ട് പോവുകയാണ്. കൃത്യമായിട്ട് മൈനിങ് ഇതിൻ്റെ കണക്കുണ്ട്. അതായത് നമ്മൾ പണ്ട് പഠിച്ച പോലെ ടാൻ തീറ്റ 45 ആവണമെങ്കിൽ 1:1 ആണ്. ഒരു മീറ്റർ നമ്മുടെ ഒരു അയൽവാസിയുടെ അതിർത്തിയിൽ നിന്ന് വിട്ടിട്ടാണ് നമ്മൾ 1 മീറ്റർ ആഴത്തിൽ നമുക്ക് മണ്ണെടുക്കാവൂ. അല്ലെങ്കിൽ 1 മീറ്റർ ആഴത്തിൽ നമുക്ക് മണ്ണെടുക്കണമെങ്കിൽ നമ്മുടെ അയൽവാസിയുടെ അതിർത്തിയിലാണെങ്കിൽ 1 മീറ്റർ അവിടെ നിന്ന് വിടണം. എന്താ വെച്ചാൽ ഈ ചെരുവ് നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഒരു സ്ലോപ്പ് ഫാക്ടർ എന്ന് പറയുന്ന ഉരുൾപൊട്ടൽ പോലെയുള്ള മണ്ണ് ഇടിഞ്ഞ് പോക്കിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇപ്പോൾ നമ്മൾ പല സ്ഥലത്തും കാണുന്നത് നമ്മൾ അങ്ങനെയല്ല, എൻ്റെ വീട്, എൻ്റെ പറമ്പ്, ഞാൻ എന്തും ചെയ്യും എന്നുള്ള രൂപത്തിലുള്ള ഒരു സ്ഥിതിയാണ് നടക്കുന്നത്. സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ അടുത്ത മഴ വരുന്ന സമയത്ത് അത് ഇടിഞ്ഞ് താഴത്തേക്ക് പോവുക എന്നുള്ളത് തന്നെയാണ്. വേറെ ഒന്ന്, ഈ ചെരുവുകളിൽ അത് ഫ്ലാറ്റായ പ്രദേശമായാലും ചെരുവുള്ള പ്രദേശമായാലും വെർട്ടിക്കലി കട്ട് ചെയ്യുന്ന സമയത്ത് അതുണ്ടാക്കുന്ന അപകടകരമായ പ്രശ്നങ്ങളുണ്ട്. അത് തീർച്ചയായിട്ടും അത് ചിലപ്പോൾ അതിൻ്റെ ഒരു പക്ഷേ ഇത് ആ പ്രദേശത്തിൻ്റെ ഉടമസ്ഥനോടെ വീടൊന്നും ഉണ്ടായില്ല, അയാൾ ചിലപ്പോൾ ഒരു വ്യവസായം തുടങ്ങാനോ ചിലപ്പോൾ ഒരു ക്വാറി തുടങ്ങാനോ ആയിരിക്കും. പക്ഷെ അതിൻ്റെ താഴെയും മേലേക്ക് ആയിട്ട് വളരെ സാധാരണക്കാരായ വേറൊരു സ്ഥലത്തേക്ക് പോകാൻ കഴിയാത്ത കുഞ്ഞു കുഞ്ഞു കുടുംബങ്ങൾ താമസിക്കുന്നുണ്ടാവും. അപ്പോൾ അവരുടെ ജീവിതത്തിൽ തന്നെ ബാധിക്കുന്ന രൂപത്തിലുള്ള പണികളാണ് അവിടേക്ക് എടുക്കുന്നത്. ഇതോടൊപ്പം ചെയ്യുന്ന വേറൊരു അഭ്യാസമാണ് ഈ അവിടെ നിന്നൊക്കെ പുറപ്പെട്ടു വരുന്ന ചോലകൾ, ചെറിയ അരുവികൾ, ഇതിനെയൊക്കെ തടസ്സപ്പെടുത്തി വെക്കുക. എന്ന് വെച്ചാൽ ഇവരുടെ പ്ലോട്ടിലേക്ക് വെള്ളം വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മേത വെച്ച് തടയുക. പിന്നെ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നത് വെച്ചാൽ അത് വെള്ളം കെട്ടി നിന്ന് ഒരു പരിധിക്കപ്പുറം വെള്ളമാവുന്ന സമയത്ത് ഇതൊക്കെ കൂടി ഇടിഞ്ഞു പോരുക എന്നുള്ളതാണ്. ഇത്തരം പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അത് വളരെ വലിയ ബോധവൽക്കരണം ആവശ്യമുള്ളൊരു കാര്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നും പ്രകൃതിയെ തൊടാനേ പാടില്ലേ, അങ്ങനെ കഴിയുമോ, ജീവിക്കാൻ പറ്റുമോ? നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, നമ്മുടെ ഒരു പോപ്പുലേഷനും നമ്മുടെ ഒരു ജനസംഖ്യയും അതേസമയം നമ്മുടെ ഭൂവിസ്തൃതിയും കൂടി കണക്കിലെടുക്കുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് പ്രകൃതിയിലേക്ക് ഇറങ്ങിച്ചെല്ലാതെ കഴിയില്ല. പക്ഷേ അങ്ങനെ പറയുമ്പോൾ നമ്മൾ 2 തരത്തിൽ അതിനെ കാണേണ്ടതുണ്ട്. ഇപ്പോൾ എവിടെയെങ്കിലും ഒരു 3 സെൻറ്റ് 4 സെൻറ്റ് വേറെ കരഭാഗത്ത് വീട് കിട്ടാത്തത് കൊണ്ട്, അല്ലെങ്കിൽ സ്ഥലം കിട്ടാത്തത് കൊണ്ട് വീട് വയ്ക്കാൻ ഗതിയില്ലാതെ ഒരു പക്ഷേ നമ്മുടെ ഭവന പദ്ധതികളുടെയൊക്കെ ഭാഗമായിട്ട് സ്ഥലമുണ്ടെങ്കിലേ ബാക്കി ഗ്രാൻഡ് കിട്ടൂ എന്നുള്ളത് കൊണ്ടൊക്കെ തന്നെ എവിടെയെങ്കിലും ഒരാൾ ഒരു 5 സെൻറ്റ് 10 സെൻറ്റ് പാടം അല്ലെങ്കിൽ ഒരു തണ്ണീർത്തടം എന്ന് നമ്മൾ പറയുന്നൊരു ഭാഗം നികത്തി വീട് വയ്ക്കുന്നതും, അതേസമയം വലിയൊരു പാടശേഖരം ആകെ ഒരു മുഴുവൻ കുന്നുകൊണ്ടിട്ടിട്ട് നികത്തി റിയൽ എസ്റ്റേറ്റിന് വിലയ്ക്ക് വെക്കുന്നതും കൂടി വലിയ വ്യത്യാസമുണ്ട്. ഇത് രണ്ടും നമ്മൾ രണ്ടായിട്ട് തന്നെ കാണണം. നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ രണ്ടാമത്തതിനെ ഏതെങ്കിലും നിലയ്ക്ക് എതിർക്കുമ്പോൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സംഗതി അതിൻ്റെ ഏതെങ്കിലും ഒരു അരുക്ക് ഒരു പാവപ്പെട്ടൊരു മനുഷ്യൻ ഒരു വീട് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിനെ ചൂണ്ടിക്കാട്ടി അയാളത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് ചോദിക്കുന്ന രൂപത്തിൽ ഈ ചോദ്യത്തെ തന്നെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആശയത്തെ തന്നെ വക്രീകരിക്കുന്ന രൂപത്തിലുള്ള ഇടപെടലുകൾ ചിലപ്പോഴെങ്കിലും ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ആളുകൾക്ക് ബോധ്യപ്പെട്ട് വരുന്നുണ്ട് അത് രണ്ടും രണ്ടാണ് എന്നുള്ളതും അതുണ്ടാക്കുന്ന അപകടം എന്താണ് എന്നുള്ളതും നമ്മളെ ഇപ്പോൾ 18ലെയും 19ലെയൊക്കെ പ്രളയം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച നിർമ്മാണമായാലും മറ്റ് രൂപത്തിലുള്ള പ്രകൃതി ഉൽപ്പന്നങ്ങളുടെ കൈകാര്യം ചെയ്യലായാലും
ഇതുപോലെ നടക്കുന്ന മറ്റൊരു പ്രശ്നമാണ് ഇതേപോലെ മണ്ണിട്ട് നികത്തി നമ്മുടെ തോടുകൾ, നേരത്തെ നമ്മൾ പറഞ്ഞ ചെരുവുകളിലെ അരുവികളെയും ചോലകളെയും തടയുന്നത് പോലെ തന്നെയാണ് ചെറിയ ചെറിയ തോടുകളൊക്കെ തന്നെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അപ്പുറത്ത് മണ്ണിട്ട് തൂർത്ത് ഒരു തോട് കടന്നു പോകാനുള്ള ഒരു അടിയിൽ കൂടെ ഒരു പൈപ്പിട്ടാലെങ്കിലും മതിയാവും ചിലപ്പോൾ. സോറി. പക്ഷെ അതുപോലും ചെയ്യാതെ അത് തടഞ്ഞു നിർത്തി അതിൻ്റെ ഇങ്ങേപ്പുറത്ത് മുഴുവൻ വെള്ളക്കെട്ടാക്കുന്ന രൂപത്തിൽ ഇപ്പം നമ്മൾ തിരിച്ചറിഞ്ഞ് ഇതൊക്കെ തന്നെ വലിയ രൂപത്തിലുള്ള റീസർവേയും മറ്റു കാര്യങ്ങളൊക്കെ ആളുകൾ തന്നെ മുന്നോട്ട് വന്നിട്ട് ഇത് ചെയ്യേണ്ടതുണ്ട്, ഇവിടെ ഒരു തോടുണ്ടായിരുന്നു എന്ന് പറയുന്ന അവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നുണ്ട്. പക്ഷെ അത് നമ്മുടെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ്. പക്ഷെ അത്തരത്തിലൊന്നിലേക്ക് പോകേണ്ടതില്ല. അത്തരത്തിൽ ഒന്ന് പോകാതിരിക്കണമെങ്കിൽ നമുക്ക് ഏറ്റവും മിനിമം വേണ്ട ഒരു നമ്മൾ പറയില്ലേ, ഒരു ഭൗമ സാക്ഷരത എന്നോ പാരിസ്ഥിതിക സാക്ഷരത എന്നോ പറയുന്ന ഒരു സംഗതി നമ്മുടെ ബോധത്തിലേക്ക് ചേർക്കേണ്ട ഒരു സമയം അതിക്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ അത്തരത്തിലൊരു ഇത് വേണ്ടി വരുന്നില്ല. ഞാനൊരു പാഠം എടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു തോട് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ തോടിനെ നിലനിർത്തി ഉള്ള പ്രവർത്തനം ഞാനവിടെ ചെയ്യാവൂ. ഞാനവിടെ വീട് കയറ്റിയാലും ശരി, ഫ്ലാറ്റ് കയറ്റിയാലും ശരി, എന്തായാലും ശരി. അപ്പോൾ ഈ പ്രവർത്തനങ്ങളെ നമ്മൾ രണ്ടായിട്ട് തന്നെ കാണണം എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെടുത്തി പറയാനുള്ളത്. അതായത് ഒരു വലിയ ഇതിനു വേണ്ടി ബിസിനസ് ആവശ്യത്തിനോ അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കാനോ വേണ്ടി ചെയ്യുന്നത്, ഒരു മനുഷ്യനുള്ള ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടി പ്രകൃതിയിൽ ഇടപെടുന്നത് രണ്ടും രണ്ട് തന്നെയാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് പോകേണ്ടതുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. വേറൊന്ന്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ മൈനിങ്, ക്വാറിയിങ് ഒക്കെ ബന്ധപ്പെട്ട് ഇഷ്ടം പോലെ വരുന്നുണ്ട്. നമുക്ക് ആവശ്യമുണ്ട്. നമ്മുടെ ഏത് നിർമ്മാണ പ്രവർത്തനത്തിന് നമുക്ക് കരിങ്കല്ല് വേണം, വളരെ അത്യാവശ്യമാണ്. തറ കെട്ടണമെങ്കിലും റോഡ് പണിക്കായാലും ബിൽഡിങ്ങുകൾക്കായാലും നമ്മുടെ വലിയൊരു മേഖല എന്ന് പറയുന്നത് തന്നെ നിർമ്മാണ മേഖലയാണ്. നമുക്ക് ഒരുപാട് ആളുകൾക്ക് തൊഴിൽ കിട്ടുന്നുണ്ട്. നമ്മുടെ ഇതര സംസ്ഥാന തൊഴിലാളികൾ വന്ന് പണിയെടുക്കുന്നതൊക്കെ തന്നെ നിർമ്മാണ മേഖലയാണ്. അപ്പോൾ അതിന് വേണ്ട അസംസ്കൃത വസ്തുക്കളായിട്ടുള്ള കരിങ്കല്ല് വേണം, ചെങ്കല്ല് വേണം, മണൽ വേണം, മണ്ണ് വേണം, അതൊക്കെ ആവശ്യം തന്നെയാണ്. പക്ഷേ അതുണ്ടാക്കുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ശാസ്ത്രീയമായിട്ട് ഇത് എവിടെ നിന്ന് എടുക്കാം, എവിടെ നിന്ന് എടുക്കരുത് എന്നൊന്നും പഠിക്കാതെ എവിടെയും, ഇനിയിപ്പോൾ ഞാൻ റെഡിയാണ്, അതിനുള്ളൊരു പൈസ ഇറക്കാൻ ഞാൻ തയ്യാറാണ്, അതിൻ്റെ റോയൽറ്റി അടയ്ക്കാൻ ഞാൻ തയ്യാറാണ്, അതിൻ്റെ ഫയലൊക്കെ നീക്കാൻ എൻ്റെ അടുത്ത് കുറച്ച് പൈസ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഞാനും നാളെ ഒരു ക്വാറി മുതലാളിയാവുകയാണ്. ക്വാറി മുതലാളി അല്ലെങ്കിൽ ഒരു ക്വാറി ഇത് മോശം എന്നുള്ള അർത്ഥത്തിലല്ല കേട്ടോ ഈ പറയുന്നത്. പക്ഷേ അതിന് വേണ്ട ഒരു ശാസ്ത്രീയമായിട്ടുള്ളൊരു പഠനം, അല്ലെങ്കിൽ അതിന് വേണ്ടി വരുന്ന അതായത് അതെങ്ങനെയാണ് ചുറ്റുപാടുമുള്ള ജീവിതങ്ങളെ ബാധിക്കുന്നത്, പ്രത്യേകിച്ച് അവരുടെ ഭൂജലവുമായിട്ട്, ഭൂഗർഭജലവുമായിട്ട് ഇതിനുള്ള ബന്ധം എന്താണ്, അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് സംശയം തോന്നും എന്താണ് ഈ പറയുന്നത്. അപ്പോൾ വേറെ ഒന്നല്ല, അപ്പോൾ ചില സ്ഥലത്ത് നമ്മൾ കാണാറുണ്ട്, എവിടെയെങ്കിലും ഒരു 2-3 കിലോമീറ്ററിനുള്ളിൽ ഒരു വലിയ ക്വാറി വരുന്ന സമയത്ത് അതിന് ചുറ്റുമുള്ള അല്ലെങ്കിൽ അതിനോടടുത്ത് നിൽക്കുന്ന കുഴൽക്കിണറുകളൊക്കെ വറ്റിപ്പോകുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഇത് തമ്മിലുള്ള ഒരു ബന്ധം മനസ്സിലാവാത്തത് കൊണ്ട് എന്തുകൊണ്ടാണത് പോയി എന്നുള്ളത് മനസ്സിലാവുന്നില്ല ആളുകൾക്ക് മാത്രം. ഓക്കെ, ഇതിൽ വെള്ളം കഴിഞ്ഞുകൊണ്ട് പറ്റിപ്പോയി എന്നുള്ളതാണ്. പക്ഷെ അതെന്താ വെച്ചാൽ വളരെ ആഴത്തിലുള്ള ഫ്രാക്ചറുകളിലൂടെ, വിള്ളലുകളിലൂടെയാണ് ഈ കുഴൽക്കിണറിലേക്ക് വെള്ളം വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ക്വാറിയൊക്കെ അടിച്ച് താത്തി വരുന്ന സമയത്ത് ഇത് എവിടെയെങ്കിലും ഇത് ബ്ലോക്കാവും. അപ്പോൾ ആ വലിയ കുഴൽക്കിണറുകളിലേക്കൊക്കെ വെള്ളം ചുരത്തിയിരുന്ന ഫ്രാക്ചറുകൾ, ആ വിള്ളലുകൾ ബ്ലോക്കാവുന്ന സമയത്താണ് ചിലപ്പോൾ ഈ ക്വാറിയിൽ വെള്ളം പൊങ്ങുക. എന്നുവെച്ചാൽ ആ ഫ്രാക്ചർ അവിടെ കട്ടാവുകയാണ്. അപ്പോൾ അതിൻ്റെ ഇങ്ങേപ്പുറത്തേക്കുള്ള ക്വാറി ഇതിൽ വെള്ളം കിട്ടാതെ വരികയും കുഴൽക്കിണറുകൾ പറ്റുകയും അതേസമയം ആ ക്വാറിയിൽ വെള്ളം വരികയും ചെയ്യും. അപ്പോൾ ചെറിയ വിള്ളലുകളൊക്കെ ആണെങ്കിൽ ഇവരെന്ത് ചോദിച്ചാൽ, സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യുന്ന പണി എന്താ വെച്ചാൽ അത് അടിച്ച് വറ്റിച്ചിട്ട് വീണ്ടും പൊട്ടിക്കുക, പാറ താഴേക്ക് പോകുക എന്നുള്ളത്. പക്ഷെ അതൊരു വലിയ ജലസ്രോതസ്സാണെങ്കിൽ പിന്നൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ പിന്നെ അത് ചില സ്ഥലത്തെങ്കിലും അത് ഞാൻ കോട്ടയത്തൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് ചില സ്ഥലത്ത് അത് മത്സ്യകൃഷിക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, ചില സ്ഥലത്ത് അത് കെട്ടി നിർത്തിയിട്ട് ശുദ്ധജല ശേഖരങ്ങളായിട്ട് ഉപയോഗിക്കാറുണ്ട്, ചില സ്ഥലത്ത് അതൊന്നുമല്ല, അതൊരു വേസ്റ്റ് കൊണ്ടുവരാനുള്ള ഒരു സ്ഥലമാണ് എന്ന ധാരണയിൽ അങ്ങനെ കൊണ്ടിടുന്നുണ്ട്. പക്ഷെ അതുണ്ടാക്കുന്ന ഒരു അപകടം എന്താ വെച്ചാൽ ആ വേസ്റ്റൊക്കെ തന്നെ ഭൂഗർഭജലത്തിലേക്ക് ഇറങ്ങി ഈ ഇതിനോട് കണക്ട് ചെയ്ത ഫ്രാക്ചറുകളിലേക്കൊക്കെ എത്തും എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ ആളുകൾക്കൊക്കെ ബോധം വന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പല രൂപത്തിലുള്ള വേസ്റ്റ് മാനേജ്മെൻറ്റൊക്കെ വന്നതുകൊണ്ട് ആളുകൾ ആ രൂപത്തിൽ അതിനെ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഇതാണ്, ഈ ബോർവെല്ലുകളുടെ, കുഴൽക്കിണറുകളുടെ ജലലഭ്യതയെ ബാധിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, തീർച്ചയായിട്ടും നമുക്ക് വീട് കെട്ടണമെങ്കിൽ ചെങ്കല്ല് വേണം. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് എടുത്തു കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ചെങ്കല്ലുമായി ബന്ധപ്പെട്ട് നമ്മൾ ആവശ്യത്തിന് എടുക്കുക, വീട് കെട്ടാനുള്ള എടുക്കുക, മതിലും പടിപ്പര ഉണ്ടാക്കാൻ വേറെ എന്തെങ്കിലും ഒരു വഴി നോക്കുക എന്നുള്ളത് ചെയ്യേണ്ട ഒരു അവസ്ഥയായിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ ചെങ്കല്ല് അങ്ങനെ നമുക്ക് കരിങ്കല്ലും ഇല്ല, ചെങ്കല്ല് അങ്ങനെ നമുക്ക് ഇഷ്ടിക പോലെ നമുക്ക് പുനരുൽപ്പാദിപ്പിച്ച് കിട്ടുന്നൊരു സാധനമല്ല. നമ്മുടെ പ്രത്യേക കാലാവസ്ഥയും മഴയും വെയിലും ഒക്കെ കൂടി നമ്മുടെ താഴത്തെ കരിങ്കല്ലിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത കൊണ്ട് കിട്ടുന്ന ഒരു സംഗതിയാണ് ചെങ്കല്ല്. അതും ഈ പറഞ്ഞ പോലെ പുനരുൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു വിഭവമല്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അങ്ങനെ പറയുമ്പോൾ ഒന്നും എടുക്കാതെ വീട് കയറ്റാൻ പറ്റുമോ എന്ന് തോന്നും. അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഈ ഇടനാട്ടിലെ ചെങ്കൽക്കുന്നുകൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒരു ആവശ്യത്തിന് എടുക്കുക എന്നുള്ളതാണ്. അത് ഈ പറഞ്ഞ പോലെ ആദ്യം മണ്ണെടുക്കുന്നു, അത് കഴിഞ്ഞ് കല്ലെടുക്കുന്നു, അത് കഴിഞ്ഞ് അതിൻ്റെ താഴത്തെ ക്ലേ എടുക്കുന്നു എന്ന മട്ടിലേക്ക് ആവാതെ ഓരോ പ്രദേശത്തുനിന്നും എടുക്കാവുന്ന ഒരു എന്താ പറയുക,
ആ പ്രദേശത്തിൻ്റെ ഒരു ക്യാരിയിങ് കപ്പാസിറ്റിയെ നിലനിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അതിന് മഴയായാലും മറ്റ് ഇതിനെ തടുക്കാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള ഒരു ഭൂപ്രകൃതി, അതിൻ്റെ ഒരു സ്ഥിരത നിലനിർത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനം നടത്തണം എന്നുള്ളതാണ്. മാത്രമല്ല അത് ചുറ്റുവട്ടത്തുള്ള ആളുകളെ ബാധിക്കുന്നില്ല. ഇപ്പോൾ ഒരു ഒഴിഞ്ഞൊരു കുന്നാണെങ്കിൽ നമുക്കത് മുഴുവൻ വെട്ടിത്താത്തുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അത് ആ ഒരു കുന്നിൽ നിന്ന് ഒഴുകി വരുന്ന ചോലകൾ കൊണ്ട് അതിൻ്റെ ചുറ്റുമുള്ള ചിലപ്പോൾ ഒരു പഞ്ചായത്ത് മുഴുവൻ തന്നെ അത്തരത്തിൽ വെള്ളം കിട്ടുന്നത് അവിടുന്ന് വരുന്ന അരുവികളും ഉണ്ടായിരിക്കും. അപ്പോൾ ആ കുന്നെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആത്മഹത്യാപരമായ ഒരു പരിപാടിയാണ്. പക്ഷെ നേരെ മറിച്ച് ചുറ്റും ആളൊന്നും ഇല്ലാത്ത ഒഴിഞ്ഞു കിടക്കുന്ന കുറേ ഭാഗങ്ങളാണ് അവിടെ ചെങ്കല്ലുണ്ട് എങ്കിൽ നമുക്ക് വെട്ടിയെടുത്തിട്ട് അത് ഉപയോഗിക്കുകയും ചെയ്യാം. ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ഹൈവേ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ചില സ്ഥലത്ത് കാണാം, ചില സ്ഥലത്ത് ഒരു കുന്ന് മണ്ണായി കിടക്കുന്ന ഭാഗമൊക്കെ അവർ ഇടിച്ചു പോകുന്നുണ്ട്. ചില സ്ഥലത്ത് ഇപ്പോൾ കുളപ്പുറം, നമ്മുടെ മലപ്പുറത്ത് കുളപ്പുറം ഭാഗത്തൊക്കെ അവർ ചെങ്കല്ല് വെട്ടിയെടുത്തിട്ട് ആ കല്ല് വേറെ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചു, ബാക്കി ഭാഗത്ത് കൂടെ റോഡ് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ ആ രൂപത്തിലുള്ള ഒരു വൈസ് യൂട്ടിലൈസേഷൻ്റെ ഒരു ആവശ്യമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് നമ്മുടെ ഈ ഒരു ഇടനാട്ടിലെ കുന്നുകളൊക്കെ തന്നെ നമ്മുടെ ജലഗോപുരങ്ങളായി നിന്നിരുന്നു എന്ന് നമുക്കിനി പറയാം എന്നേ ഉള്ളൂ. എന്താ വെച്ചാൽ ഒരു ഇതൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അത് നിലനിർത്തുക എന്ന് പറയുന്നത് മുഴുവൻ കുന്നുകളെയും സംരക്ഷിച്ചുകൊണ്ട് പോയാൽ നമുക്ക് വീട് കെട്ടാൻ കല്ല് നമുക്ക് പുറത്തുനിന്ന് കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഈ പറഞ്ഞത് ഇത് ആ രൂപത്തിൽ അതിനെ ഒന്ന് കാണേണ്ടതുണ്ട് എന്നുള്ള, നമ്മുടെ ഇടപെടലിൻ്റെ ഒരു സ്ഥിതി എങ്ങനെ വേണം എന്ന് നമ്മളൊന്ന് ആലോചിച്ച് ഉറപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്, നമ്മുടെ തോടുകളിലൊക്കെ പണ്ട് ഒരുപാട് തടയണകളും ചെറിയ ഇതൊക്കെ ഉണ്ടായിരുന്നു, ചെറിയ രൂപത്തിലുള്ള നാടൻ തടയണകളും സംഗതികളും. നമ്മുടെ കൃഷി ഇല്ലാതെ ആയതോട് കൂടിയിട്ട് അത്തരം തടയണകളൊക്കെ പോയി. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് സ്വാഭാവികമായിട്ടും അത്തരം തോട്ടിൻ്റെ ചുറ്റുമുള്ള കിണറുകളിലും പാടത്തും ഒക്കെ തന്നെ വെള്ളം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അത് കിട്ടുന്നില്ല. എന്താ വെച്ചാൽ നമ്മുടെ കൃഷി പോയതോട് കൂടിയിട്ട് നമുക്ക് കുറേ നമ്മുടെ ജലസംരക്ഷണ മാർഗ്ഗങ്ങളും നമ്മൾ സ്വാഭാവികമായിട്ടും വിട്ടുപോയിട്ടുണ്ട്. അത് പാടത്തായാലും പറമ്പിലായാലും ഒക്കെ തന്നെ നമ്മുടെ കൃഷിയുമായി നേരിട്ട് ബന്ധപ്പെട്ടും അല്ലാതെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തിരുന്ന ചില ജല സംരക്ഷണ മാർഗ്ഗങ്ങളുണ്ടായിരുന്നു. അതും നമ്മൾ വിട്ടുപോയിട്ടുണ്ട് എന്നുള്ളതും കൂടി ഇതിനോടൊപ്പം ചേർത്ത് വായിക്കണം തോന്നുന്നു. അതേപോലെ തന്നെയാണ് നമ്മളെ ഈ പല രൂപത്തിലുള്ള, ഇപ്പോൾ തോടിലായാലും പുഴയായാലും പൊട്ടക്കിണർ എന്ന് പറഞ്ഞ് നമ്മൾ അതിലേക്കുള്ള വേസ്റ്റ് മുഴുവൻ കൊണ്ടിട്ട് തൂർക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു കുഴപ്പം എന്താ വെച്ചാൽ അടുത്ത മഴയത്ത് ഈ വെള്ളം ഇറങ്ങി ഈ വേസ്റ്റ് ചുറ്റുപാടുള്ള കിണറുകളിലേക്കൊക്കെ എത്തുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ആത്യന്തികമായ ഒരു പ്രശ്നം. അപ്പോൾ മണ്ണിട്ട് തൂർക്കാം എന്നല്ലാതെ സകലമാന വേസ്റ്റും കൊണ്ടിട്ടിട്ട് ഒരു കിണർ തൂർക്കുക എന്ന് പറയുന്നത് ഏറ്റവും അപകടകരമായ ഒരു സ്ഥിതിയാണ്. നമ്മൾ പ്രകൃതിയോട് ചെയ്യുന്ന, നമ്മുടെ ജലസ്രോതസ്സുകളോട് ചെയ്യുന്ന വലിയൊരു ചതി കൂടിയാണത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ അത് പുഴയായാലും തോടായാലും കടലായാലും കായലായാലും അത് നമുക്ക് വേസ്റ്റ് വലിച്ചെറിയാനുള്ള ഒരു സംഗതി അല്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാലം ആയിട്ടുണ്ട് എന്നല്ല, അത് അതിക്രമിച്ചിട്ടുണ്ട് എന്നാണ് പറയാനുള്ളത്. ഇനിയിപ്പോൾ ഇത്രയും പറഞ്ഞ ഇതിൽ നിന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഈ പറഞ്ഞ കരിങ്കല്ല്, ചെങ്കല്ല്, മണ്ണ് പോലുള്ള സംഗതികളൊക്കെ തന്നെ നമുക്ക് ഉപയോഗിക്കണം. തീർച്ചയായിട്ടും നമുക്ക് ഉപയോഗിക്കണം. നമ്മൾ മലയാളികളാണ്, നമുക്ക് കേരളത്തിൽ ഈ വസ്തുക്കൾ കിട്ടാനുണ്ടെങ്കിൽ നമ്മളത് ഉപയോഗിക്കണം. പക്ഷെ അതിന് ഈ പറഞ്ഞ രൂപത്തിൽ നമ്മൾ മനസ്സിലാവേണ്ട ഒരു സംഗതി എന്ന് വെച്ചാൽ നമ്മുടെ ആവശ്യവും ആർഭാടവും രണ്ടാണ് എന്ന് കണ്ടുകൊണ്ടുള്ള ഒരു നിർമ്മാണ നയം അല്ലെങ്കിൽ ഒരു ഉപയോഗ നയം നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഗവൺമെൻറ്റിന് ചെയ്യാവുന്നതിനൊക്കെ പരിധി ഉണ്ടാവും. നമ്മളായിട്ട് തന്നെ ഒരു ബോധവൽക്കരണം കൊണ്ടുവരേണ്ട ഒരു കാലമായി എന്നാണ് തോന്നുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു വീടിന് ഇപ്പോൾ 4 ആളുള്ള ഒരു കുടുംബം അല്ലെങ്കിൽ 5 ആളുള്ള ഒരു കുടുംബത്തിന് എടുക്കാവുന്ന കരിങ്കല്ല് ഇത്ര ആണ്, ചെങ്കല്ല് ഇത്രയാണ്, മണൽ ഇത്ര ലോഡാണ്. അതിപ്പോൾ ചിലപ്പോൾ നമ്മൾ പറയും ക്വാറി ഇതാണ്, എന്താ നമ്മൾ പറയും എംസാൻഡ് എന്നൊക്കെ പറയാറുണ്ടല്ലോ. അതാണെങ്കിൽ പോലും ഇത്രയാണ് എന്ന് റേഷൻ കൊടുക്കേണ്ട ഒരു സ്ഥിതി ആക്കി കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ഇപ്പോൾ കുറേ പൈസ ഉണ്ട് വിചാരിക്കുക. അപ്പോൾ ഞാൻ അതിൽ കിട്ടാവുന്ന എനിക്ക് കിട്ടുക ഇത്രയുള്ളൂ, എൻ്റെ കുടുംബത്തിൽ ഇത്ര ആളേ ഉള്ളൂ എങ്കിൽ എനിക്ക് എടുക്കാവുന്ന ടണ്ണേജ് മെറ്റീരിയൽ ഇത്രയാണ്. സ്വാഭാവികമായിട്ടും ഞാൻ ആലോചിക്കും, ഇപ്പോൾ ഒരു ഫ്ലാറ്റിലാണെങ്കിൽ ഒരു റൂം, 2 റൂമും ഒരു അടുക്കളയായിട്ട് കഴിയുന്ന ഞാനാണെങ്കിൽ ഞാനിപ്പോൾ വീട് കെട്ടുമ്പോൾ ഞാൻ പിന്നെ ഇതിലൊരു പറമ്പ് മുഴുവൻ വീട് കെട്ടാൻ പോകില്ല. എന്താ വെച്ചാൽ സാധനം കിട്ടില്ല. ഇനിയിപ്പോൾ എത്ര പൈസ ഉണ്ടെങ്കിലും സാധനം കിട്ടില്ല എന്നുള്ളിടത്താണ് നിൽക്കേണ്ടത്. അല്ലാതെ കുറേ പൈസ ഉള്ളതിന് ബ്ലാക്കിൽ കിട്ടുക, നമ്മുടെ നാടൻ ഭാഷയിൽ പറയില്ല, ബ്ലാക്കിൽ സാധനം കിട്ടുമെങ്കിൽ ഞാനത് ചെയ്യും. അപ്പോൾ അത് ചെയ്യാതിരിക്കണമെങ്കിൽ വളരെ ബോധപൂർവമായ ഒരു ഇടപെടൽ, അതിപ്പോൾ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ആയാലും നമ്മുടെ കൂട്ടായ്മകളായാലും പാർട്ടികളായാലും ഒക്കെ എടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ അത്തരത്തിലുള്ള നിർമ്മാണ വസ്തുക്കൾക്ക് ഒരു റേഷൻ ഏർപ്പെടുത്തുകയും ആവശ്യവും ആർഭാടവും രണ്ടും രണ്ടാണെന്ന് കാണുകയും ചെയ്യണം. അതോടൊപ്പം തോന്നുന്നത്, ഇപ്പോൾ ഈ ഒരു വലിയ ദുരന്തങ്ങളൊക്കെ വരുന്ന സമയത്താണ് നമ്മൾ ഒരുപാട് സ്ഥലങ്ങളെക്കുറിച്ച് ഇങ്ങനെ പല രൂപത്തിൽ മനസ്സിലാക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ തോന്നുന്നൊരു കാര്യം എന്ന് പറയുന്നത് കേരളത്തിൽ ഒരു 2ാം ഭൂപരിഷ്കരണത്തിന് സമയമായിട്ടുണ്ട് എന്ന് തന്നെയാണ്. അതായത് പണ്ട് ഈ തോട്ടങ്ങളെ ഒഴിവാക്കിയതിൻ്റെ അല്ലെങ്കിൽ അന്ന് തന്നെ ലോജിക്ക് ഉണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അത്തരത്തിലുള്ള ഒരു കേന്ദ്രീകരണം ഒരുപാട് പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്നുണ്ടോ എന്നുള്ളതിൻ്റെ ഒരു സന്ദേഹമാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് കേരളത്തിൽ ഒരു 2ാം ഭൂപരിഷ്കരണം നടപ്പിലാക്കേണ്ട ഒരു സമയമായിട്ടില്ലേ എന്നുള്ളൊരു ചിന്തയ്ക്ക് കൂടി ഈ സ്പേസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു അവസരം തന്നതിന് പ്രിയപ്പെട്ട സഖാക്കൾക്ക് നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി.